السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. ഗ്രാമവാസിക്ക് മാപ്പ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു 400 സ്വഹാബാക്കൾക്കൊപ്പം യാത്ര ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലപ്പാവാണ് ധരിച്ചത്. ഉപ്പയുടെ വാൾ കഴുത്തിൽ തൂക്കിയിട്ടുമുണ്ട്. പരിവാരങ്ങൾക്കിടയിൽ പ്രവാചക പൗത്രൻ പ്രശോഭിക്കുന്നു. ഒരു ഗ്രാമീണൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ചോദിക്കുന്നു, താങ്കൾ അബൂ ത്വാലിബിന്റെ പൗത്രൻ അല്ലേ? അതെ, പൗത്രൻ തന്നെ. അപ്പോൾ ഗ്രാമവാസി, കുഴപ്പങ്ങൾ ഇളക്കിവിടുന്ന രക്തച്ചൊരിച്ചിലുകൾക്ക് നിമിത്തമാകുന്ന അലിയല്ലേ നിന്റെ പിതാവ്? ഇതിനു മറുപടി നൽകാൻ മുമ്പോട്ട് വന്നത് അബ്ദുല്ലാഹിബ്നു ഉമർ, അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹും എന്നിവരാണ്. ഈ ഗ്രാമവാസിയുടെ ധിക്കാരപരമായ ചോദ്യത്തിന് പാഠം പഠിപ്പിക്കണം. പ്രതികാരം ചെയ്യാൻ ഇരുവരും തയ്യാറായി. വായ കൊണ്ടുള്ള മറുപടിയല്ല വേണ്ടത്. ഇതു കേട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവനെ വെറുതെ വിടുക, അതാണ് നമ്മുടെ മതമഹിമ. അവനോട് പറഞ്ഞു, സുഹൃത്തേ, നിനക്കെന്ത് തോന്നുന്നു? എന്തെങ്കിലും ഉദ്ദേശങ്ങളോ ആവശ്യങ്ങളോ ഉണ്ടോ? താങ്കൾ ഇപ്പോഴുള്ളത് നിസ്സഹായകമായ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ചുറ്റുഭാഗത്തും നിന്നെ ജീവനോടെ വിഴുങ്ങാവുന്ന പുലിക്കുട്ടികൾ. എന്നാലും നീ ഭയപ്പെടേണ്ടതില്ല. താങ്കൾക്ക് വിശപ്പുണ്ടെങ്കിൽ ഭക്ഷണമെന്തും നൽകാം. രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ചികിത്സിക്കാം. കടങ്ങളുണ്ടെങ്കിൽ വീട്ടാം. നിന്റെ മാതാവോ ഭാര്യയോ നീയുമായി വഴക്കിലാണെങ്കിൽ പ്രശ്നപരിഹാരത്തിനായി ശ്രമിക്കാം. ഭാരമേറിയ ജോലിയിൽ വേണമെങ്കിൽ സഹായിക്കാം. ഇസ്ലാമിനെ സംബന്ധിച്ചു പല തെറ്റായ ധാരണകളുണ്ടായിരുന്ന കാട്ടറബിക്ക് മതത്തിന്റെ മാന്യത മനസ്സിലായി. ജീവനിൽ ഭയം തീർന്നു. എങ്കിലും താൻ വാളോങ്ങിയവൻ തിരിച്ചു തത്വോപദേശം ചെയ്യുന്നു. ഗ്രാമവാസിക്ക് വിശ്വസിക്കാനായില്ല. ഇത്രയും പക്വതയിലേക്കും മാന്യതയിലേക്കും നയിച്ച ആദർശം എത്ര സുന്ദരം! അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ വീണു മാപ്പപേക്ഷിച്ചു. അദ്ദേഹത്തിന് മാപ്പു നൽകി. സ്വഹാബത്തിനോടായി ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഇവിടുത്തെ പ്രധാനികളാണ്. നിസ്സാര കാര്യങ്ങളിൽ ഇടപെട്ട് വില നഷ്ടപ്പെടുത്തരുത്. നാം ഉന്നതരായി തന്നെ വാഴുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.